ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വിദേശ ഭീകരരുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു. ഇന്ത്യയിലുള്ള ചിലർക്ക് വിദേശത്തുള്ള ഭീകരരുമായി ബന്ധമുണ്ടെന്ന നിർണായക കണ്ടെത്തലുകളാണ് വരുന്നത്. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ചെങ്കോട്ട സ്ഫോടനത്തിൽ പങ്കുള്ളവർക്ക് അഫ്ഗാനിസ്ഥാനിലെയും അതുപോലെ പാക് അധീന കാശ്മീരിലെയും വിദേശ കൈകാര്യകർത്താക്കളുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ടെലഗ്രാം പോലുള്ള ആപ്പുകൾ വഴിയാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി പണം കൈമാറ്റം ചെയ്യുന്നതിൻ്റെയും ചാറ്റുകളുടെയും ഡിജിറ്റൽ തെളിവുകൾ NIA പരിശോധിച്ചു വരികയാണ്. ഒപ്പം വിദേശത്തുള്ള ഹാൻഡിൽമാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഇന്ത്യയിലുള്ള പ്രാദേശിക കണ്ണികൾ പ്രവർത്തിക്കുകയായിരുന്നു. ഫൈസൽ, ഇഷ്ഹാഖ് ഭട്ട്, ഡോക്ടർ ഉഗാശ തുടങ്ങിയ വിദേശത്തുള്ള ഭീകരരെ ഇതിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ D6 അതായിരുന്നു ഇതിൽ നടത്തിയിരുന്നത്. ബാർബറി മസ്ജിദ് തകർത്തതിൻ്റെ വാർഷികമായ ഡിസംബർ 6-ന് രാജ്യവ്യാപകമായി വൻ ആക്രമണങ്ങൾ നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നതായി അതിൻ്റെ കോഡ് നാമം ഓപ്പറേഷൻ D6 കണ്ടെത്തി. ഇതിന്റെ ഭാഗമായാണ് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത്. ചെങ്കോട്ട മുതൽ കാശ്മീരിലെ കാടുകൾ വരെ ഇന്ത്യയെ ഞങ്ങൾ ആക്രമിച്ചുവെന്ന് പാകിസ്ഥാൻ നേതാവ് ചൗധരി അൻവറുൽ ഹക്ക് പരസ്യമായി പ്രസംഗിച്ച വീഡിയോ പുറത്തു വന്നത് ഈ ഭീകരാക്രമണത്തിലെ പാക് പങ്ക് കൂടുതൽ വ്യക്തമാക്കുകയാണ്. तो कजिया कश्मीर के हवाले से भी मालिक ने मेरे पे कर्म किया. जो स्टेटस को मुझे मिला मैंने उसमें कोई कमी नहीं आने दी. इतना जरूर किया कि नरेंद्र मोदी को भी ललकारा, उसकी पूरी हुकूमत को भी ललकारा, उसकी कीमत भी दी. बोल के ये बात कही कि ये फितना खारिज नहीं है, फितना हिंदुस्तान है. इस खाकसार के पहले जुमले पर ये जुमले तब्दील हुए और रिकॉर्ड ने ये बात सुनी, तारीख ने, कि मैंने ये कहा कश्मीर हाउस में बैठ के कि अगर नहीं बाज आओगे बलूचिस्तान को ब्लीड करने से तो लाल किले से लेकर कश्मीर के जंगलों तक तुम्हें घुस के मारेंगे. और अल्लाह के फजल करम से इस गुनाहगार के लफ्जों की अल्लाह पाक ने हुर्मत रखी. സ്ഫോടനത്തിൽ ചാവേറായ ഡോക്ടർ ഉമർ ഉന്നബിയെ സഹായിച്ചതിന് അമീർ റാഷിദ് അലി, ജാസിർ ബിലാൽ വാനി എന്നിവരെ NIA അറസ്റ്റ് ചെയ്തു. ഡ്രോണുകൾ ഉപയോഗിച്ച് റോക്കറ്റ് ആക്രമണം നടത്താനും ഇവർക്ക് പദ്ധതിയുണ്ടായിരുന്നു. സ്ഫോടനത്തിൽ 14-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.